ഹായ്, ടിപ്സ് മ്യൂസിക്കിന്റെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ Q2 അവർക്ക് ഏകദേശം 10.5% ആയിരുന്നു റവന്യൂ ഗ്രോത്ത്. അതിന്റെ കൂടെ പാർട്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് അതും അറൌണ്ട് 10% തന്നെയായിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത്. മാനേജ്മെന്റിന്റെ ഗൈഡൻസ്, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്ക സമയത്ത് നോക്കിയാൽ ഏകദേശം 30% റവന്യൂ ഗ്രോത്തും അതേപോലെ തന്നെ 30% തന്നെ പ്രോഫിറ്റ് ഗ്രോത്തും ആയിരുന്നു അവർ ഗൈഡ് ചെയ്തിരുന്നത്. പക്ഷേ കമ്പനിക്ക് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നില്ല. കഴിഞ്ഞ ഒരു 2025 തുറക്കുന്ന സമയത്ത് അവർ ആ ഒരു ഗൈഡൻസ് എടുത്ത് വന്നിരുന്നത്. അതിനുശേഷം പെർഫോമൻസ് 20%, 22% ആ ഒരു രീതിയിലേക്ക് താഴ്ന്നപ്പോൾ മാനേജ്മെന്റ് വീണ്ടും കമ്പനിയുടെ ഗൈഡൻസ് കുറയ്ക്കുകയാണ് ചെയ്തത്. അതായത് 30% ഗ്രോത്ത് എന്നുള്ളത് 20% ആയിട്ട് അവർ ഗൈഡൻസ് കുറച്ചു. അതിനുശേഷം നോക്കിയാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ അവർ ഗ്രോ ചെയ്തിരിക്കുന്നത് 10% ആണ്. അത് ഗൈഡൻസിനനുസരിച്ച് പെർഫോം ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ Q3 നോക്കിയാൽ അവരുടെ ടോപ്പ് ലൈൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 21% ആണ് റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ 33% ഉണ്ട്. കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നല്ല ഫിഗേഴ്സ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷേ അത് ഡീപ്പായിട്ട് നമ്മൾ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അവർ പുതിയ മ്യൂസിക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്തുള്ള സ്പെൻഡിങ് അവർ കുറച്ചിട്ടുണ്ട്. അതേപോലെ അഡ്വർടൈസ്മെന്റിന്റെ സ്പെൻഡിങ്ങും അവർ കുറച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ അത് കുറച്ച് കഴിഞ്ഞാൽ ഇവർ അടുത്ത ക്വാർട്ടറുകളിലൊക്കെ എങ്ങനെയാണ് റവന്യൂ വരിക എന്നുള്ളൊരു ചോദ്യം വരും. അതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെയാണോ എക്സ്പെൻസ് കുറച്ചതെന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രൊഡക്ഷൻ, ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കാനാണ് കൂടുതൽ നോക്കിക്കുന്നത്. അതേപോലെ അഡ്വർടൈസ്മെന്റുമാണ് കുറയ്ക്കാൻ നോക്കിക്കുന്നത്. അതത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. മാനേജ്മെന്റിന്റെ കമന്ററി വന്നിട്ടില്ല. അത് വരുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ നോക്കിയാൽ, പാറ്റ് മാർജിൻ നോക്കിയാൽ ഇംപ്രൂവ് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 59% അവർക്ക് പാറ്റ് മാർജിൻ ഉണ്ടായിരുന്നു. ഈ ക്വാർട്ടറിലായപ്പോൾ ഏകദേശം 62% പാറ്റ് മാർജിൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ആ ഒരു കോസ്റ്റിൽ അവർ കൺട്രോൾ കൊണ്ടുവന്നുകൊണ്ടാണ് പാറ്റിൽ ആ രീതിയിൽ മാർജിൻസിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഓവറോൾ നോക്കിയാൽ ഞാൻ ഈ കമ്പനിയുടെ പെർഫോമൻസിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം 20% ഗൈഡ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഈ ക്വാർട്ടറിൽ 20% ഗ്രോ ചെയ്തു. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ 10% ഞാൻ പറയില്ല, അത്രയും ഡിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഗ്രോത്തിനകത്ത്. അതേപോലെ അതിനെ കഴിഞ്ഞൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മാനേജ്മെന്റ് അവരുടെ ഗൈഡൻസ് കുറയ്ക്കുകയാണ് ചെയ്തിരുന്നത്. 30% ഉണ്ടായിരുന്നു, അവർ 20% ആയിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. അതൊരു സ്റ്റോക്കിന് നല്ലതല്ല. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ ഈ 30% ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് 30% പ്രോഫിറ്റും അതേപോലെ തന്നെ റവന്യൂന്റെ ഗ്രോത്തും പ്രോഫിറ്റിന്റെ ഗ്രോത്തും അത് തന്നെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ആ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള പി റേഷ്യോ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഇതിന്റെ ഈ പറഞ്ഞ ഗൈഡൻസ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ അത്രയും പ്രോഫിറ്റ് വരില്ല. അതായത് കമ്പനി കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഗൈഡൻസ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല. അതും പെർഫോമൻസ് വീക്ക് ആയതിനു ശേഷമാണ് അത് ചെയ്യുന്നത്. അതിന്റെ കൂടെ വേറെ കാര്യമുള്ളതെന്ന് വെച്ചാൽ കമ്പനി ഹൈ ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എനിക്ക് അങ്ങനത്തെ കമ്പനികളോട് അധികം താല്പര്യമില്ല. അല്ലെങ്കിൽ ഹൈ പേസിൽ ഗ്രോ ചെയ്തിട്ട് അതുപോലെ തന്നെ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 58-59 കോടിയാണ് ഈ ഒരു ക്വാർട്ടറിലെ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ സെയിം ടൈമിൽ അവർ എത്ര ഡിവിഡൻഡ് കൊടുക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 64 കോടിയോളം രൂപയാണ് ഈ ഒരു ക്വാർട്ടറിൽ മാത്രം ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ നോക്കിയാൽ ഈ ഒരു 9 മാസത്തിൽ അവർ ഏകദേശം 160 കോടി രൂപയ്ക്ക് മുകളിലോളം ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ചെറിയൊരു കമ്പനി ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ഇവർക്ക് നല്ല രീതിയിൽ മാർജിൻ കിട്ടുന്ന ഒരു ബിസിനസ് ആണ്. പക്ഷേ ഇവർ ഈ പ്രോഫിറ്റ് മുഴുവൻ ഈ രീതിയിൽ ഡിവിഡൻഡ് ആയിട്ട് പുറത്തേക്ക് കൊടുത്താൽ ഇവർക്ക് എക്സ്പാൻഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു 50,000 രൂപ ഇട്ടാലോ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടാൻ പോകുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 5,000 രൂപയാണ് ഈ ഒരു ഡിവിഡൻഡ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വലിയൊരു എമൗണ്ടും അല്ല. പക്ഷേ സെയിം ടൈമിൽ ഇതിനകത്ത് വലിയ ഷെയർ ഹോൾഡിംഗ് ഉള്ള ആളുകൾക്ക് ആ ഡിവിഡൻഡ് യൂസ്ഫുൾ ആയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ ഈ ബിസിനസ്സിലേക്ക് അവർ റീഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ 20% ഗ്രോത്ത്, അല്ലെങ്കിൽ അവർ നേരത്തെ ഗൈഡ് ചെയ്ത ആ 30% മുകളിൽ ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ സ്റ്റോക്കുകൾ കൂടുതൽ സെലക്ട് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അല്ലാതെ ഈ ഡിവിഡൻഡിൽ ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. അപ്പോൾ കമ്പനി അവർക്ക് വരുന്ന പ്രോഫിറ്റിന്റെ അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റോളം അവർ ഈ ഒരു 3 ക്വാർട്ടർ കൊണ്ട് തന്നെ ഡിവിഡൻഡ് ആയിട്ട് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞു. എന്തായാലും ഈ സ്റ്റോക്ക് ഞാൻ ട്രാക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. പക്ഷേ അവർ റെഗുലറായിട്ട് നല്ല രീതിയിൽ ഈ 20% മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ച് പെർഫോം ചെയ്യും. അവർ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ എന്താണ് ഗൈഡ് ചെയ്യുന്നതെന്നും അതിനനുസരിച്ച് പെർഫോം ചെയ്യുന്നതെന്നാണ് കൃത്യമായിട്ട് ഞാൻ ട്രാക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇവരുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള സരിഗമയുടെ റിസൾട്ട് വരാനായിട്ടുണ്ട്. അത് വരുമ്പോൾ അതും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.